സവാദിൽ നിന്ന്, ഒപ്പം വിനീഷിൽ നിന്ന്, അർജുനോട് അവസാനമായി സംസാരിച്ച സമീറിൽ നിന്നൊക്കെ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. അപ്പോൾ ആ മലയിൽ നിന്ന് ഒഴുകിയെത്തിയ മണ്ണും ചെളിയും എല്ലാം ചേർന്ന് രൂപപ്പെട്ട ഈ തിട്ടയ്ക്കടിയിൽ എന്തോ കിടക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഈ 3 വാഹനങ്ങളിൽ ഏതെങ്കിലും ഒന്നാകാനുള്ള സാധ്യതയും നമുക്കവിടെ കാണാം. ആ ഒരു സാധ്യത അവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് മറ്റ് സാധ്യതകൾ കൂടി പരിശോധിക്കേണ്ടത്. ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഈ ഒരു മൺതിട്ട രൂപപ്പെട്ടതിൻ്റെ നേരെ എതിർഭാഗത്തായിട്ടാണ്, അല്ലെങ്കിൽ ഈ മണ്ണൊലിപ്പുണ്ടായതിൻ്റെ നേരെ എതിർഭാഗത്തായാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്ന ഈ JCBകളൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന ഭാഗം. നദിയുടെ മധ്യഭാഗത്ത് മൺതിട്ട, അതിന് മറുവശത്തുള്ള ഭാഗത്ത് കൃത്യമായി പരിശോധനകൾ നടക്കുന്നുമുണ്ട്. ഇനി ഈ JCB വെച്ചുള്ള പരിശോധനയുടെ ദൃശ്യം നമുക്കൊന്ന് കൃത്യമായി ഒന്ന് സൂം ചെയ്ത് നോക്കാം. അതൊന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഇപ്പോൾ ഇവിടെ ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞ രീതിയിൽ, അല്ലെങ്കിൽ റവന്യൂ മന്ത്രി പറഞ്ഞ രീതിയിൽ 90% മണ്ണെടുത്തു എന്ന് പറയുന്നത് നമുക്ക് അവിശ്വസനീയമാണ് എന്ന് തോന്നുന്നത്. അതിനൊരു കാരണം കൂടിയുണ്ട്. നമ്മുടെ ഇതേ സംശയം തന്നെയാണ്, അല്ലെങ്കിൽ ആ സംശയം ഉറപ്പിക്കുന്ന ഒരു വിശദീകരണമാണ് ദുരന്ത നിവാരണ രംഗത്ത് ഏറെ വൈദഗ്ധ്യമുള്ള ഉത്തരാഖണ്ഡിലും പെട്ടിമുടിയിലും കവളപ്പാറയിലും എല്ലാം രക്ഷാപ്രവർത്തനത്തിന് പോയിട്ടുള്ള രഞ്ജിത്ത് ഇസ്രയേൽ തന്നെ അക്കാര്യങ്ങൾ നമ്മളോട് വിശദീകരിക്കുന്നത്. രഞ്ജിത്ത് ഇപ്പോഴും ആ സ്പോട്ടിലുണ്ട്. രഞ്ജിത്ത് പറയുന്നതനുസരിച്ചാണെങ്കിൽ മണ്ണു നീക്കം എന്ന് പറയുന്നത് 90% പൂർത്തിയായി എന്ന് പറയുന്നത് ഒരു കാരണവശാലും ശരിയല്ല. എന്തുകൊണ്ടാണ് കർണാടക റവന്യൂ മന്ത്രി അങ്ങനെ ഒരു കാര്യം പറഞ്ഞങ്ങ് ഒഴിഞ്ഞത്? മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കൊപ്പം എത്തി മാധ്യമങ്ങളെ IBയിൽ വെച്ചാണ് കാണുന്നത്. മാധ്യമങ്ങളെ IBയിൽ വെച്ച് കാണുമ്പോഴാണ് ഇക്കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ മണ്ണിടിച്ചിലുണ്ടായ മലയുടെ ഭാഗമാണ് നമ്മൾ ഈ മുകൾ ഭാഗത്ത് കാണുന്നത്. ആ മുകൾ ഭാഗത്ത് കാണുന്ന മല, ഇത് ആ മലയുടെ തന്നെ ഭാഗമാണ്. അപ്പോൾ ഈ സ്പോട്ടിൽ നിന്ന് മണ്ണ് താഴേക്ക് ഇടിഞ്ഞു വീണ് അത് ഇപ്പുറത്തെ ഭാഗം വരെ, അതായത് നദി വരെ പോയിട്ടുണ്ട്. നദിയുടെ നടുക്ക് മൺകൂമ്പാരം രൂപപ്പെട്ടത് നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഈ മല ഇടിഞ്ഞു വന്ന് താഴേക്ക് പതിച്ചത് അത് പാത, അതായത് ദേശീയപാതയുടെ 2 ലൈനുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ലൈനുകൾ 4 വരി പാതയാണ്. അപ്പോൾ ആ പാതയിൽ ഏകദേശം ഒരു പാത പൂർണ്ണമായും മൂടുന്ന രീതിയിൽ അവിടെ മണ്ണ് വീണിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യ ദിവസം തന്നെ കണ്ട ദൃശ്യമാണ്. ഇപ്പോഴും മണ്ണു നീക്കം എന്ന് പറയുന്നത് ആ പാതയിലെ മണ്ണ് നീക്കുന്നതാണ് കൂടുതലും സംഭവിച്ചിരിക്കുന്നത്. ഒപ്പം GPS പൊസിഷൻ കണ്ടെത്തിയ സ്ഥലത്ത് തെരച്ചിൽ നടത്തി, അവിടെ മുഴുവൻ ഞങ്ങൾ നോക്കിയെന്ന് പറയുന്ന ഭാഗം ഇതാണ്. ഇവിടെയാണ് JCBകൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ നടന്നത്. അപ്പോൾ ഈ പോയിന്റ് നമ്പർ 1ലെ പരിശോധന മാത്രമാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയായത് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇവിടെ നിന്ന് ഈ JCBകൾ ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന, ഈ JCB കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് റോഡിൻ്റെ വശം തന്നെയാണ്. അതായത് റോഡിനുള്ളിലേക്ക്, അതായത് റോഡിൽ വരച്ചിരിക്കുന്ന വെളുത്ത വരയ്ക്ക് ഉള്ളിലേക്ക് കയറ്റിയാണ് അർജുൻ വാഹനം പാർക്ക് ചെയ്തത് എന്നുള്ളത് അതുവഴി പോയ 2 പേർ, സവാദും അതുപോലെ തന്നെ വിനീഷും കണ്ടതാണ്. വാഹനം ഉള്ളിലേക്കാണ് ഞാൻ പാർക്ക് ചെയ്യുന്നത്, ഞാൻ ഉറങ്ങാൻ പോവുകയാണ് എന്ന് സുഹൃത്തിനോട് കൃത്യമായി പറഞ്ഞിട്ടാണ് അർജുൻ ഉറങ്ങാൻ എന്നുള്ളത് അർജുൻ്റെ സുഹൃത്തും നമ്മളോട് പറഞ്ഞതാണ്. അതനുസരിച്ചാണെങ്കിൽ ഈ വാഹനം മലയോരത്തോട് ചേർത്ത് തന്നെയാണ് അർജുൻ പാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് മലയോരം എന്ന് പറയുന്നത് നമ്മൾ ഈ റോഡിലേക്ക് കൂടി വരണം. ദേശീയപാതയുടെ ആ ലൈൻ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ദേശീയപാത നമ്മൾ ഇതിലൂടെ തന്നെ വരയ്ക്കുകയാണ്. ദേശീയപാത കടന്നു പോകുന്നത് ഇങ്ങനെയാണ്. ദേശീയപാതയുടെ ആ വെളുത്ത വര നീങ്ങുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അത്രയും ഭാഗത്ത് മണ്ണിടിഞ്ഞു വീണിട്ടുണ്ട്. ഇതിൽ എവിടെയാണ് ഇത്രയും മണ്ണ് കിടക്കുമ്പോൾ, ഇതെല്ലാം മലയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ പോലും ഈ കിടക്കുന്ന മൺകൂന പിന്നെ എന്താണ്? ഇത്രയും ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അത് ഈ ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന വഴിയാണ്. ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന, അല്ലെങ്കിൽ ദേശീയപാതയിലേക്ക് വീണ് കിടക്കുന്ന വഴിയാണ് ഇവിടെ ക്ലിയർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പാറ, അല്ലെങ്കിൽ മലയുടെ ഓരം വരുന്നത് എവിടെയാണ് എന്നത് കൂടി പരിശോധിക്കാം. ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ മലയുടെ ഓരം, അല്ലെങ്കിൽ മല അതേപടി നിൽക്കുന്നത് നമുക്ക് ഇത്രയും ഭാഗത്ത് കാണാം. ഇത് ഇത്രയും മലഞ്ചെരിവാണ്. ഇതിന് ഇപ്പുറത്തേക്കുള്ള ഭാഗമാണ് ഇടിഞ്ഞ് താഴേക്ക് വീണിരിക്കുന്നത്. അതായത് ഉദ്ദേശം ഒരു 500 മീറ്ററോളം ദൂരം ആണ് ഈ മല ഇടിഞ്ഞ് വീണിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റിക്കായി ഞാൻ മറ്റ് ലൈനുകളൊക്കെ ഒന്ന് മായ്ക്കാം. അപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി പ്രേക്ഷകരെ അത് മനസ്സിലാക്കാനും കഴിയും. നമ്മൾ ഈ ഐറ്റം ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിയ സ്പോട്ടിൽ നിന്ന് നമുക്ക് കൃത്യമായി ഈ മലയുടെ എത്രയും ഭാഗമാണ് അടർന്നു വീണത് എന്നത് മാത്രം ഒന്ന് പരിശോധിക്കാം. അതിലേക്ക് മാത്രമായി നമ്മൾ വരുമ്പോൾ ഇതാണ് റോഡിലേക്ക് ഇറക്കിയിട്ടുള്ള മലയുടെ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇതാണ് ഈ കറുത്ത നിറത്തിൽ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ മല വെട്ടി റോഡ് ഒരുക്കിയ ഭാഗമാണ്. ഇവിടെ നിന്ന് വരുന്ന
ഇവിടെ വരുന്ന ഒരു റോഡ്, ആ റോഡിൻ്റെ എഡ്ജ് ചെന്ന് നിൽക്കുന്നത് ഈ മലയുടെ അടിവാരത്തിലാണ്. അതായത് മലയോട് ചേർന്ന് തന്നെയാണ് ഈ റോഡ് കിടക്കുന്നത്. ഇവിടെ നിന്ന് വരുന്ന ഒരു റോഡും അതുപോലെ തന്നെ സമാന്തരമായി മറ്റൊരിടത്ത് നിന്ന് വരുന്ന റോഡും അത് രണ്ടും സംഗമിച്ചിട്ട് ഇവിടെ നിന്നാണ് ഈ രണ്ട് ദേശീയപാത ലൈനുകളായി മാറുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ എഡ്ജായി നിൽക്കുമ്പോൾ, റോഡിൻ്റെ എഡ്ജായി നിൽക്കുമ്പോൾ അതേ ലൈനിലൂടെ തന്നെ നമ്മൾ സമാന്തരമായി ഒരു വര വരച്ചാൽ പോലും ഇവിടെ വീണ്ടും ഈ മണ്ണ് ഇടിഞ്ഞു കിടക്കുന്ന ഭാഗം നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയും. അതായത് മണ്ണുനീക്കം പൂർത്തിയായി എന്ന് പറയുന്ന ഭാഗം നമ്മളത് കൃത്യമായി നോക്കണം. മണ്ണുനീക്കം പൂർത്തിയായി എന്ന് റവന്യൂ മന്ത്രി പറയുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ച് മുഴുവനാണ്. ഇതേ ലൈൻ പിടിച്ച് നമ്മൾ പോയാലും ഇത്രയും മണ്ണ് അവിടെ അവശേഷിക്കുകയാണ് എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ ഈ റോഡിൻ്റെ, അതായത് ദേശീയപാതയുടെ എഡ്ജ്, മലയുടെ എഡ്ജ് നമുക്കിവിടെ കൃത്യമായി കാണാം. ഇത് ഇവിടെ ഇടിയാത്ത ഭാഗമാണ്, മലയുടെ ഇടിയാത്ത ഭാഗമാണ്. ആ ഇടിയാത്ത ഭാഗത്ത് നിന്ന് നമുക്ക് നേരെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരെ എത്താൻ കഴിയും. അപ്പോൾ ഇത്രയും ഭാഗം ഇടിഞ്ഞു വീണിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുത നമ്മുടെ മുന്നിൽ അവശേഷിക്കുകയാണ്. നോക്കൂ, ഇത്രയും ഭാഗത്ത് മണ്ണ് കിടക്കുന്നത് എന്തുകൊണ്ടാണ് മനസ്സിലാകാതെ പോകുന്നത്? റവന്യൂ മന്ത്രിക്ക് ഇത് എന്തുകൊണ്ടാണ്, റവന്യൂ മന്ത്രി കൃഷ്ണയോടാണ് ഈ ചോദ്യം. അങ്ങ് ഇവിടെ ഈ സ്ഥലത്ത് വന്നതാണ്, ഈ സ്ഥലത്തിൻ്റെ ആകാശ ദൃശ്യങ്ങൾ വെച്ച് അത് സൂം ചെയ്താണ് ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഇത് പൂർണ്ണമായും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത്. 98% മണ്ണ് മാറ്റിയെന്ന് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി അങ്ങ് പറയുമ്പോൾ അവിടുത്തെ പാതയുടെ യഥാർത്ഥ ചിത്രം കിടക്കുന്നത് ഇങ്ങനെയാണ്. ഇത് റോഡിന്റെ എഡ്ജാണ്, ഇവിടെ മല ഇടിഞ്ഞു വീണിട്ടില്ല. പക്ഷേ ഇത്രയും വലിപ്പത്തിൽ മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞു വീണിട്ടുണ്ട്. ഈ വെളുത്ത വര, അതായത് ദേശീയപാതയുടെ എഡ്ജ് നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ദേശീയപാതയുടെ ഇടിയാത്ത മലയുടെ ഭാഗം നിൽക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതിൽ JCB ഉപയോഗിച്ചുകൊണ്ട് ക്ലിയർ ചെയ്ത ഏരിയ കൂടി നമുക്കൊന്ന് നോക്കാം. ഇവിടെ പൂർണ്ണമായും മണ്ണ് നീക്കിയിട്ടുണ്ട്. 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 ഇതെന്താണ് പിന്നെ? ദേശീയപാതയിലേക്ക് വീണ് കിടക്കുന്ന മണ്ണാണ്. ദേശീയപാതയുടെ ഏകദേശം ഒരു വഴിയിലേക്ക് പൂർണ്ണമായും വീണ് കിടക്കുന്ന മണ്ണാണ്. മണ്ണ് ഇവിടെയാണ്. അതുപോലെ തന്നെ ഈ ഭാഗത്ത്, അതായത് ഈ നീല നിറത്തിലെ JCB ചെറുതായി പ്രേക്ഷകർക്ക് കാണാം, അതിലേക്ക് നമുക്കൊന്ന് സൂം ചെയ്യാമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ JCB ഉപയോഗിച്ച് ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തിന് മുകളിലേക്ക്, അതായത് ഈ തിട്ടയോട് ചേർന്നാണ് പാർക്ക് ചെയ്തതെങ്കിൽ, തിട്ടയോട് ചേർന്നാണ് ഇപ്പോൾ ഇത് പാർക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ വഴിത്തിരിവാകേണ്ട വിവരങ്ങൾ തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം അല്പസമയത്തിനകം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്ന് നമ്മൾ കരുതുന്നു. ഇതിപ്പോൾ നമ്മൾ ആകാശ ദൃശ്യങ്ങളിൽ നിന്നും കൃത്യമായി സ്പോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത്രയും ഭാഗത്ത് മണ്ണ് കിടപ്പുണ്ട്, ഈ മണ്ണ് മാറ്റിയിട്ടില്ല, അതൊരു വസ്തുതയായിരിക്കെ എന്തിനാണ് റവന്യൂ മന്ത്രി കൃഷ്ണ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് 98% മണ്ണ് മാറ്റിക്കഴിഞ്ഞു എന്ന് പറയുന്നത്? ഇന്ന് രാവിലെ 7:30 മണ്ണ് മാറ്റാൻ തുടങ്ങുമ്പോഴും ഈ ഭാഗം അതുപോലെ തന്നെയാണ്. ഈ വഴിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും JCB ഓടിച്ചുകൊണ്ട് മാറ്റുന്ന മണ്ണുമാറ്റലിലൂടെ ഈ JCB പോയ പാതകളൊക്കെ നോക്കാം. ഇത്രയും മാത്രം മണ്ണു നീക്കം നടത്തുമ്പോൾ എങ്ങനെയാണ് 98% പൂർത്തിയായി ഇതിനടിയിൽ അർജുൻ ഇല്ല എന്ന് ഉറപ്പിക്കുന്നത്? കാരണം ഈ മലഞ്ചെരുവിനോട് ചേർന്ന്, ഈ മലയോട് ചേർന്ന് വണ്ടി പാർക്ക് ചെയ്താണ് അർജുൻ ഉറങ്ങാൻ കിടന്നത് എന്നുള്ള ദൃക്സാക്ഷി മൊഴികളടക്കം നമ്മുടെ മുന്നിലുണ്ട്. അർജുൻ സ്ഥിരമായി വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം ഗൂഗിൾ ഇമേജസിൽ പ്രീവിയസ് ഇമേജസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ലക്ഷ്മണന്റെ ചായക്കട എതിർഭാഗത്തുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഈ പാതയോരത്തേക്ക്, മുകളിലേക്ക് തെരച്ചിൽ നടത്തുന്നില്ല, അല്ലെങ്കിൽ മണ്ണ് നീക്കം ചെയ്യുന്നില്ല എന്ന തീരുമാനമെടുത്തു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് നമുക്കറിയേണ്ടത്. ഈ അന്വേഷണത്തിൽ നമുക്ക് വളരെ നിർണായകമായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഗൂഗിൾ മാപ്പിലൂടെ നമ്മൾ കണ്ട പ്രീവിയസ് ഇമേജസ് അതുകൂടി വെച്ച് വേണം നമ്മൾ ഈ തെരച്ചിലിൻ്റെ വിവരങ്ങൾ അത് പൂർണ്ണമായി മനസ്സിലാക്കാൻ. കാരണം അർജുൻ എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൻ്റെ സ്വന്തമാണ്, നമ്മളിൽ ഒരാളാണ്. കേവലം ഒരു ഡ്രൈവറാണെന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്ന ആളല്ല അർജുൻ. അങ്ങനെ കർണാടക സർക്കാർ കരുതിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മലയാളികൾക്ക് അങ്ങനെയല്ല എന്ന് ആവർത്തിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്തയിൽ നമ്മൾ ഇത്രയും ഉറപ്പോടെ ഉറച്ചു നിൽക്കുന്നത്.